പഹൽഗാമിലെ ഭീകരതയ്ക്ക് അറസ്റ്റ്. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മു കശ്മീർ സ്വദേശി പിടിയിലായി. മുഹമ്മദ് കഠാരിയ എന്ന ആളെയാണ് ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ മഹാദേവിനിടെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഹമ്മദ് ഖഡാരിയ കുടുങ്ങുന്നത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഓപ്പറേഷൻ മഹാദേവിലൂടെ ആ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ വധിച്ചു എന്ന് വ്യക്തമാക്കിയതാണ് ഇന്ത്യ. ഈ ഭീകരർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് തേടിയുള്ള അന്വേഷണത്തിനുള്ളിലാണോ കഠാരിയ എന്ന ഇയാളിലേക്ക് പോലീസ് എത്തുന്നത്? ഇയാൾക്ക് നേരത്തെയും എന്തെങ്കിലും ഭീകരവാദ ബന്ധമോ സംഘടനകളുമായി ബന്ധമുള്ളതായി വിവരങ്ങളുണ്ടോ? എൽദോ, ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് AK-47 M9 അസോൾട്ട് റൈഫിളും അടക്കം ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവ അന്ന് തന്നെ ഈ പോലീസും ഒപ്പം തന്നെ സൈന്യവും ഉൾപ്പെടെ ശേഖരിക്കുകയും അത് പിന്നീട് ഈ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ മുഹമ്മദ് ഖഡാരിയ എന്ന വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്ത് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു നൽകിയും ഒപ്പം തന്നെ ഈ ആയുധം ഉള്ളവ ഇവർക്ക് കയ്യിലുകളിലേക്ക് എത്തിച്ചു നൽകിയതും ഈ മുഹമ്മദ് ഖഡാരിയ എന്ന കശ്മീർ സ്വദേശിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കശ്മീർ പോലീസ് പുറത്തുവിടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പലരും പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും ഒക്കെ റഡാറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മഹാദേവ് കുന്നിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭീകരർക്ക് സഹായം നൽകിയിട്ടുള്ള മുഹമ്മദ് ഖഡാരിയെ അറസ്റ്റ് ചെയ്ത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമായിട്ടുള്ളത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ 3 ഭീകരരെയും സൈന്യം വധിച്ചത് ഈ മഹാദേവ് കുന്നിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പേര് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് നൽകാൻ ഇടയാവുകയും ചെയ്ത് അവിടെ നടത്തിയ പരിശോധനയിൽ ഒപ്പം തന്നെ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ആളുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ള വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മുഹമ്മദ് ഖഡാരിയിലേക്ക് എത്തുകയും ചെയ്ത് ചില സൂചനകൾ ലഭ്യമായിരുന്നു എൽദോ. അതായത് ഈ ആയുധങ്ങൾ ഇവർക്ക് എങ്ങനെ ലഭ്യമായി, ഇവരിലേക്ക് എത്തിച്ചു നൽകിയതിന് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊരു സഹായം ഉണ്ടായി കാണണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർക്ക് ഈ ആയുധങ്ങൾ ലഭ്യമാകില്ല, ഒപ്പം തന്നെ ഇങ്ങനൊരു വലിയ ഭീകരാക്രമണം നടത്താനാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒരു റൈഫിളുകളിൽ ഉണ്ടായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് അതിൽ നിന്നാണ് ഈ ഖഡാരിയയിലേക്കും മറ്റു 2 പേരുടെ പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇയാൾ തന്നെയാണ് ഈ ഒരു ഭീകരർക്ക് കൂടുതൽ സഹായം ചെയ്യുകയും ഈ ആയുധങ്ങൾ കൈമാറുകയും ചെയ്തതെന്നാണ് നമുക്ക് പോലീസിൽ ലഭ്യമാകുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ഭീകരരെ വധിച്ച മേഖലയാണ്. അവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് ആ ആയുധങ്ങൾ പരിശോധിച്ചതിലൂടെ കൂടിയാണ് ഈ മുഹമ്മദ് ഖഡാരിയ എന്ന കശ്മീർ സ്വദേശിയിലേക്കും എത്തുകയും ചെയ്ത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മറ്റൊരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, മറ്റേതൊക്കെ തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റാരൊക്കെ ഈ ഒരു സംഭവത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസിലെത്താൻ സാധിക്കുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കശ്മീർ സ്വദേശി മുഹമ്മദ് ഖഡാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ഭീകരാക്രമണത്തിന് ഞെട്ടലിൽ നിന്ന് ഇതുവരെയും രാജ്യത്തിന് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ പങ്കെടുത്ത 3 ഭീകരരെയും ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്താണ്. അത്രത്തോളം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും ചെയ്താണ്. പക്ഷേ എങ്ങനെ ഈ ഭീകരർക്ക് സഹായം ലഭിച്ചു എന്നടക്കമുള്ള ഒരു ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുഹമ്മദ് ഖഡാരിയ എന്ന 26-കാരനാണ് ഇവർക്ക് കൂടുതൽ സഹായം ചെയ്ത് നൽകിയിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് സഹായം നൽകിയത് എന്നുള്ളത് സംബന്ധിച്ച് MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കഠാരിയ എന്ന ആളാണ് ഈ ഭീകരതയ്ക്ക് കൂട്ടുനിന്നതിന് ഇപ്പോൾ അറസ്റ്റിലായത്. മലക്കം മറിഞ്ഞ NSS. NSSന്റെ നയം മാറ്റം നേട്ടമായി വിലയിരുത്തുകയാണ് CPM. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. UDF-നും BJP-ക്കുമെതിരെ സുകുമാരൻ നായർ ഉയർത്തിയത് സൃഷ്ടിപരമായിട്ടുള്ള വിമർശനമാണെന്നായിരുന്നു വാസവന്റെ പ്രതികരണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. NSSന്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു.
അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു, കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. NSS നിലപാടിനെ സ്വാഗതം ചെയ്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. വിഷയാധിഷ്ഠിതമായിട്ടാണ് NSS നിലപാട് സ്വീകരിക്കാറുള്ളതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോൺഗ്രസിനെതിരെ NSS കൈക്കൊണ്ട നിലപാട് ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി NSS അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. VV വിനോദ് വിവരങ്ങൾ നൽകും. വിനോദ്, ഈ NSSന്റെ ഈ നയം മാറ്റമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സംസ്ഥാനം ചർച്ച ചെയ്തത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? എൽദോ, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് NSSന്റെ നിലപാട് ഏറെ വ്യക്തമായിരുന്നു. കാരണം പിണറായിയും സുകുമാരൻ നായരും തമ്മിലുള്ള ഉരസൽ എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. NSSന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ പോയിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമാകുമ്പോഴേക്ക് ആ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷേ സമദൂര സിദ്ധാന്തം എന്ന നിലയ്ക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും NSS ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാകട്ടെ വളരെ പ്രകടമായി NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ LDFനെ പിന്തുണയ്ക്കുന്ന, CPMനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലാണ് സർക്കാരിൻ്റെ ചെയ്തിയെ വാനോളം പ്രശംസിക്കുന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഈ പ്രശംസയ്ക്ക് അപ്പുറത്തേക്ക് UDFൻ്റെയും BJPയുടെയും നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ നിലപാടുകൾ കാപട്യമാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ശരിയുള്ളതല്ല എന്ന നിലയ്ക്ക് പോലും ആ ഒരു നിലയിലേക്ക് അവരുടെ നിലപാട് മാറുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും സുകുമാരൻ നായർ കഴിഞ്ഞ കുറേ കാലമായി അത്ര രസത്തിലായിരുന്നില്ല. ഇടയ്ക്കൊരു വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ രണ്ട് സംഘടനകളും ചേർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് നായരീഴവ ഐക്യം എന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി ഇരു സംഘടനാ നേതാക്കളും വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് വീണ്ടും ഈ തെറ്റലിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടും ശ്രദ്ധേയമാണ്. വിഷയാധിഷ്ഠിതമായാണ് NSS നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സുകുമാരൻ നായരുടെ നിലപാടിനെ വെള്ളാപ്പള്ളി കൂടി അനുകൂലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ച് വലിയ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലെ നിരസം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുന്നതും. അങ്ങനെ ആരെങ്കിലും മുതലെടുക്കാം എന്ന് കരുതേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്നു. പക്ഷേ സാമുദായിക സംഘടനകൾ, കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ LDFിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് NSSന്റെ സമദൂര സിദ്ധാന്തത്തിൽ മാറ്റം വരുന്നു എന്നതുകൂടി നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണല്ലോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട്. വിവാദം കത്തി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. KPCC സെക്രട്ടറി PJ പൗലോസിന്റെ മരണ വീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു. ബെന്നി ബെഹനാൻ MP, VK ശ്രീകണ്ഠൻ MP, DCC അധ്യക്ഷൻ A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് എന്നിവർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചു. രാഹുൽ, രമേശ് ചെന്നിത്തലയും ആ മരണ വീട്ടിൽ ഉണ്ടായിരുന്നു. യാത്രയിലൊപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കും രാഹുൽ ഭക്ഷണം കഴിക്കുന്നതും പിന്നീട് ദൃശ്യങ്ങളിൽ കണ്ടു. MLA ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത്. പ്രതിഷേധങ്ങൾ കാണുമെന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധമായി വാർത്താ സമ്മേളനം ഉണ്ടാകും. MLA ഓഫീസിലേക്കാണ് ഞാൻ നിങ്ങൾ കൃത്യമായ ഇടവേളയിൽ കാണുന്നുണ്ടല്ലോ. മഹിളാ മോർച്ച ചൂലുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടേക്കുള്ള വരവിൽ പ്രതിഷേധം അറിയിച്ചത്. കോഴിയുടെ ചിത്രം വെച്ച് ബാനറുകളും ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ഇനി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അത് വ്യത്യസ്തമായിരുന്നു. മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടായിരുന്നു DYFI പാലക്കാട് നഗരത്തിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസനസമേതം DYFI അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ പുറത്തുവച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തൊള്ളിൽ വെക്കണമെന്ന് വിനീതപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ
അങ്ങനെ വലിയ പ്രതിഷേധം കണ്ടു, ഒപ്പം ചേർത്ത് നിർത്തലും കണ്ടു ഇന്ന് പാലക്കാട്. CV അനുമോദ് അതിന്റെ വിവരങ്ങൾ നൽകും. എന്താണ് അനുമോദ് ഇന്ന് സംഭവിച്ചത് അവിടെ? രാഹുലിനെതിരെ നടപടിയെടുത്തത് കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് VD സതീശൻ പറഞ്ഞ് 24 മണിക്കൂറുകൾക്കുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയത്. അതായത് 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട് തൻ്റെ മണ്ഡലത്തിലെത്തുന്നത്. 9:30 രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുകയും ആദ്യം അവിടെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തകൻ്റെ അനുജൻ മരിച്ച വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തിയാണ് രാഹുൽ പിന്നീട് മണ്ണാർക്കാട്ടേക്ക് പോയത്. അവിടെ മുൻ KPCC സെക്രട്ടറി PJ പൗലോസിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലും പിന്നീട് വീട്ടിലും അദ്ദേഹം എത്തി. വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ബെന്നി ബെഹനാനും DCC പ്രസിഡന്റ് A തങ്കപ്പനും കണ്ടു. ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും അതേപോലെ A തങ്കപ്പൻ അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ എല്ലായിടത്തും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ പാലക്കാടേക്ക് വരികയും മലമ്പുഴയിൽ മറ്റൊരു പ്രവർത്തകൻ്റെ വീട്ടിൽ പോവുകയും തുടർന്ന് വൈകുന്നേരം അദ്ദേഹം തൻ്റെ MLA ഓഫീസിലെത്തുകയും ചെയ്തു. MLA ഓഫീസിൽ കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. UDFൻ്റെ പാലക്കാട് കൗൺസിലർമാരും അവിടെ എത്തിയിരുന്നു. അവരുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി. രാഹുലിനോട് പലവട്ടം മാധ്യമങ്ങളിൽ സംസാരിച്ചെങ്കിലും ഇപ്പോഴൊന്നും പറയുന്നില്ല, എല്ലാം വിശദമായിട്ട് തന്നെ പറയുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. പാലക്കാട് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പാലക്കാട് ഇല്ലാതെ എവിടെ പോകാനെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി. അതായത് പാലക്കാട്ടേക്ക് രാഹുലിനെ ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വേണം പറയാൻ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും രാഹുലിനെ മരണവീടുകളിലും അതുപോലെ വിവാഹ വീടുകളിലും അതുപോലെ സ്വകാര്യ ചടങ്ങുകളിലും ക്ഷേത്രങ്ങളിലും അതേപോലെ പള്ളികളിലും ഒക്കെ രാഹുലിന് സന്ദർശനം നടത്താം. അതൊക്കെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവിടെയൊന്നും പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരെയാകും പ്രതിഷേധമെന്ന് BJPയും DYFയും ഒക്കെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രാഹുൽ പതിയെ ഇത്തരം പരിപാടികളിലൂടെ വീണ്ടും പാലക്കാട് കളം പിടിക്കാനുള്ള നീക്കമാണ് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. നിലവിൽ തന്നെ പാലക്കാട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ യുവജന വിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം പ്രവർത്തക നേതാക്കളൊക്കെ രാഹുലിന് പിന്തുണയുമായിട്ട് ഒപ്പമുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും രാഹുൽ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. എന്നായിരിക്കും ഇനി രാഹുലിൻ്റെ ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം ലഭിക്കുക എന്ന കാര്യമൊക്കെ കണ്ടത് തന്നെ അറിയണം. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും തന്നെയാണ് രാഹുൽ വന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞതിൻ്റെ പറഞ്ഞ 24 മണിക്കൂറുകൾ കഴിയും മുൻപ് രാഹുൽ എത്തുന്നു എന്ന കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങൾ മറ്റു പല തരത്തിലും നടക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ട്. എന്താണെങ്കിലും രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി എന്തായിരിക്കും പ്രതിഷേധങ്ങളുടെ അടുത്ത ഘട്ടം എന്നുള്ളതാണ് അറിയേണ്ടത്. മണ്ഡലത്തിൽ തുടരുമെന്ന് രാഹുൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ പാലക്കാട്ടെ സംഭവവികാസങ്ങളും അതീവ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് നിന്നും CV അനുമോദ്, ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സോഫ്റ്റ് ലോഞ്ച് അത് എത്തരത്തിലാണ് ഇനി വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുക എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അടുത്തൊരു മാസത്തിനുള്ളിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി എത്തുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ഹൈഡ്രജൻ ബോംബ് കൊണ്ട് അവസാനിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പ്ലൂട്ടോണിയം ബോംബ് പൊട്ടിക്കുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ട് കൊള്ള തന്നെയാണ് പ്രധാന ചർച്ചയായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലും ആപ്പും വഴി ഇനി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സൈൻ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സ്വന്തം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും കഴിയുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മോഷണം മുഴുവൻ നടന്ന ശേഷമാണ് നടപടിയിലേക്ക് നീങ്ങിയതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലഡാക്കിൽ നടന്ന പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് 4 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. ലേയിലെ BJP ഓഫീസും പ്രതിഷേധക്കാർ കത്തിച്ചു. പ്രദേശവാസികൾക്ക് ജോലിയിൽ ക്വാട്ട നൽകണമെന്നും പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചു. 2019 ലഡാക്ക് കേന്ദ്ര ഭരണത്തിന് കീഴിലാക്കിയത്. ലഡാക്ക് 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്ന് ലേ അപ്പെക്സ് ബോഡി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ച് സമാധാനത്തിനായി അഭ്യർത്ഥനയുമായി രംഗത്തെത്തി. BNSCന്റെ
സെക്ഷൻ BNSന്റെ സെക്ഷൻ 163 പ്രകാരം സ്ഥലത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫൂൺ റഗാസ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. ഫിലിപ്പീൻസ്, ബാബുയാൻ ദ്വീപുകൾ, തായ്വാൻ, ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം ചുഴലിക്കാറ്റിനെ തുടർന്ന് വലിയ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തായ്വാനിൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ 14 പേരാണ് മരിച്ചത്. 124 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് വിവരം. തായ്വാനിലെ ഹുവാലിയൻ പ്രദേശത്തെ തടാകങ്ങൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇതേ തുടർന്ന് നഗരത്തിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തി. റഗാസ ചുഴലിക്കാറ്റിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ തായ്വാനിൽ കനത്ത മഴയായിരുന്നു. ഹോങ്കോങ്ങിലെ ഏഷ്യൻ സാമ്പത്തിക കേന്ദ്രത്തിന്റെ തീരപ്രദേശങ്ങളിലും കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. ഇതോടെ ഹോങ്കോങ്ങിലെ റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. യുക്രൈനെതിരായ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്ന വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ വിയോജിപ്പുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇന്ത്യ മിക്കപ്പോഴും യുക്രൈന്റെ പക്ഷത്താണെന്നും അതേസമയം ഊർജ്ജ രംഗത്ത് ചില വെല്ലുവിളികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൽ തനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുക്രൈന് എതിരായ യുദ്ധത്തിന് ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് പ്രധാനമായും പണം നൽകുന്നത് എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. Whether you help peace or continue trading with Russia and helping Russia to fund this war, it depends on you. Whether prisoners of war will be freed, whether abducted children will come home, whether hostages will be free. It depends on you. What will define existence? War like now, or our joint strong actions as it should be? ഗാസ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഗാസയിൽ സമാധാനം പുലരണമെങ്കിൽ അമേരിക്ക ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് ഹമാസിന് അംഗീകാരം നൽകുന്ന നടപടിയാണെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ എത്തിക്കുന്നതാണ് സമാധാനത്തിന്റെ വഴിയെന്നുമായിരുന്നു ട്രംപ് UN-ൽ പ്രസംഗിച്ചത്. ഫ്രാൻസും UK-യും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി ദിവസങ്ങൾ മുമ്പാണ് പ്രഖ്യാപിച്ചത്. കാർ കൊള്ളയിൽ പിടിമുറുക്കി കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന് തയ്യാറാവുകയാണ്. സംശയനിഴലായ നിസാൻ പെട്രോൾ Y60, Y61 എന്നീ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടാനും തീരുമാനമുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത കസ്റ്റംസ് 6 വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ EDയും GST വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, വാഹനങ്ങളുടെ രേഖകളടക്കം ശേഖരിച്ചിരുന്നു. ചിലർ അവരോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അത്തരം രേഖകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നടന്മാരായ ദുൽഖർ സൽമാൻ്റെയും അമിത് ചക്കാലക്കലിൻ്റെയും വസതിയിലടക്കം പരിശോധനകൾ ഉണ്ടായിരുന്നു. ഇതിൽ ദുൽഖർ സൽമാൻ്റെ 2 കാറുകൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം കസ്റ്റംസ് തേടിയിട്ടുണ്ട്. 2 നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 കാറുകളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാർ നിലവിൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കസ്റ്റംസിനോ മറ്റോ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അമിത് ചക്കാലക്കലിൻ്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ 1 കാർ മാത്രമാണ് തൻ്റേതുള്ളത്, മറ്റുള്ളത് ഗ്യാരേജിൽ നിന്നുള്ളതാണെന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ രേഖകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റു വകുപ്പുകൾ കൂടി പ്രത്യേകം ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. പ്രധാനമായും അത് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ അന്വേഷണം GSTയും നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന അന്വേഷണങ്ങൾ 10 ദിവസത്തിനകം ഈ ഉടമകളോട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞായിരിക്കും മറ്റ് നടപടികളിലേക്കടക്കം നീങ്ങുകയും ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ കൂടുതലും ഈ രേഖകൾ, എന്ത് രേഖകളാണ് നൽകിയിട്ടുള്ളത്, അതിൻ്റേതായ ഒരു പരിശോധനകളാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തി വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇനി താൻ കാർ കള്ളക്കടത്തുകാരനല്ല എന്നായിരുന്നു നടൻ അമിത് ചക്കാലക്കലിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് നടത്തിയ വാഹന പരിശോധനയിൽ
അതിനുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അമിത് ചക്കാലക്കൽ. തന്റെ ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. രേഖകൾ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നും മറ്റു കാറുകൾ തന്റെ ശുപാർശയിൽ ഗ്യാരേജിൽ മോഡിഫിക്കേഷന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും അമിത് ചക്കാലക്കൽ പറഞ്ഞു. എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടു ചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനിട്ടേക്കാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. കാര്യം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായിട്ടുള്ള അപവാദ പ്രചാരണത്തിൽ KM ഷാജഹാനെ ചോദ്യം ചെയ്തു. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഷാജഹാനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. പ്രതിപക്ഷം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെ KM ഷാജഹാൻ അവഹേളിച്ചുവെന്നും അത് സൈബർ ആക്രമണത്തിന് കാരണമായെന്നുമാണ് KJ ഷൈനിന്റെ പരാതി. കൂടുതൽ രേഖകൾ ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടോ? രേഖകളെല്ലാം സമർപ്പിച്ചോ? അതേസമയം കേസിലെ 1-ാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് സെഷൻസ് കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഏഷ്യ കപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട ഇന്ത്യ. ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെ നേരിടുന്ന ഇന്ത്യയുടെ മുൻനിര വീണു. 5 വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യ ഇപ്പോൾ 136 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലുമാണ് നിലവിൽ ക്രീസിൽ. അഭിഷേക് ശർമ്മ 75 റൺസ് എടുത്ത് പുറത്തായി. ശുഭ്മാൻ ഗിൽ 29 റൺസ് എടുത്തു. പിന്നീടെത്തിയ ബാറ്റർമാർക്ക് കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞില്ല. ശിവൻ ദുബെ 2 റൺസിനും സൂര്യകുമാർ യാദവ് 5 റൺസിനും പുറത്തായി. തിലക് വർമ്മ 5 റൺസ് എടുത്താണ് മടങ്ങിയത്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കലാകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് മോഹൻലാൽ. ആദരവുകൾക്ക് മുൻപിൽ താൻ കൂടുതൽ വിനയാന്വിതനാവുകയാണ്. പുരസ്കാരം സ്വീകരിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. എല്ലാം വളരെ നന്നായിരുന്നു, നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ, അതുകൊണ്ടായിരിക്കാം തീർച്ചയായും. സിനിമ എന്നതിലുപരി അതൊരു പെർഫോമൻസ് നൽകിയൊരു ക്ലാസിക്കൽ ആർട്ടാണ്. ഇതൊരു സംസ്കൃത നാടകമാണ്. മറ്റേത് ഒരു 3 ഡയമെൻഷണൽ ആർട്ടാണ്, കഥകളി. അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല, അതുകൊണ്ടായിരിക്കാം എടുത്തു പറഞ്ഞത്. ദേശീയ പുരസ്കാര നേട്ടത്തിൽ സന്തോഷമെന്ന് നടി ഊർവശി. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. ചെറിയ ബഡ്ജറ്റാണെങ്കിലും മലയാള സിനിമയുടെ മൂല്യത്തിന് മാറ്റമില്ല. അവാർഡ് കിട്ടിയത് വൈകിയാണെന്ന് കരുതുന്നില്ലെന്നും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്നും നടൻ വിജയരാഘവനും കൊച്ചിയിൽ പ്രതികരിച്ചു. സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാണ് ഇന്നലത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അത് ഓരോ പുരസ്കാരങ്ങളും അതിന് മൂല്യം കൂടുതലാവുന്നത് ആർക്ക് കിട്ടിയെന്നനുസരിച്ചിരിക്കും. അതുതന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു അഭിമാനവും സന്തോഷവും തോന്നിയൊരു നിമിഷം. അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. പിന്നെ തീർച്ചയായിട്ടും കുട്ടേട്ടന്റെ അവാർഡും ഞങ്ങളുടെ അവാർഡും ഒക്കെ ഒരു പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അവാർഡ്. ആര് പുരസ്കാരം തന്നാലും ഇല്ലെങ്കിലും മലയാളം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാള സിനിമയും മലയാളത്തിലെ വർക്കേഴ്സും എല്ലാം എല്ലാ കാലത്തും പുരോഗതിയിലാണ്. ബഡ്ജറ്റ് കുറവായിരിക്കും നമ്മുടെ സിനിമകളിൽ, പക്ഷേ മൂല്യം എപ്പോഴും കൂടുതൽ തന്നെയാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച്. തമിഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വേഷമാണ്, എനിക്കും ഇഷ്ടപ്പെട്ട വേഷമാണ്. അതിന് കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. കേന്ദ്ര സഹകരണ വകുപ്പിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 20ാമത് വാർഷിക ജനറൽ ബോഡി യോഗം കോഴിക്കോട് ചേർന്നു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാക്ഷരതാ കൂട്ടായ്മ ഏഷ്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് മെഡൽ ഗോകുലം ഗോപാലിൽ നിന്ന് BLM ചെയർമാൻ R പ്രേംകുമാർ ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ കൊക്കോ റിയൽ
കോക്കനട്ട് ഓയിൽ വിപണനം ചെയ്യുന്നതിനുള്ള ധാരണാപത്രം നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാൻ TK രാജൻ മാസ്റ്റർ BLM ചെയർമാൻ R പ്രേംകുമാറിന് കൈമാറി. നിർധന കുടുംബങ്ങൾക്ക് BLM 24 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതായും വാർഷിക റിപ്പോർട്ടിലൂടെ അറിയിച്ചു. ന്യൂസ് 10 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.